പ്രിയമുള്ളവരെ, വചനജ്വാല 1616 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 2 തിങ്കളാഴ്ച. എല്ലാവർക്കും ഏറെ നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിന്റെ അവിശ്വസ്തത. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ജെറൂസലേമിൽ ചെന്ന് വിളിച്ചു പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ, കൃഷിഭൂമി അല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ കർത്താവിന്റെ വിശുദ്ധ ജനമായിരുന്നു, അവിടുത്തെ വിളവിൽ ആദ്യ ഫലവുമായിരുന്നു. അതിൽ നിന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു, അവരുടെ മേൽ വിനാശം നിപതിച്ചു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യാക്കോബിന്റെ ഭവനമേ, ഇസ്രായേൽ കുടുംബത്തിലെ സകല ഭവനങ്ങളുമേ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നു പോയത്? മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവരും മ്ലേച്ഛരായി തീർന്നു. ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വിജനഭൂമിയിലൂടെ മരുപ്രദേശങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിന്റെ നിഴൽ വീണ നാട്ടിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെ എന്ന് അവർ ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു, എൻ്റെ അവകാശം മ്ലേച്ഛമാക്കി. കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല, നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല. ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു, പ്രവാചകന്മാർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ചു, വ്യർത്ഥമായവയെ പിൻചൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും, നിങ്ങളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കടന്നു കിത്തീം ദ്വീപുകളിൽ പോയി നോക്കൂ, ആളയച്ച് കേദാർ ദേശത്ത് അന്വേഷിക്കൂ. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ. ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവ വ്യാജദേവന്മാരായിരുന്നു എങ്കിൽ തന്നെ. എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു. ആകാശങ്ങളെ ഭയന്നു നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇസ്രായേൽ അടിമയാണോ? അടിമയായി ജനിച്ചവനാണോ? അല്ലെങ്കിൽ പിന്നെന്തിനാണ് അവൻ ആക്രമണത്തിന് ഇരയാകുന്നത്? സിംഹങ്ങൾ അവന്റെ നേരെ ഗർജിച്ചു, അത്യുച്ചത്തിൽ അലറി. അവന്റെ നാട് അവ മരുഭൂമിയാക്കി, അവന്റെ നഗരങ്ങൾ നശിപ്പിച്ച് വിജനമാക്കി. മാത്രമല്ല, മെഫിംസിലെയും തസ്കാനിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു. യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ? നൈൽ നദിയിലെ വെള്ളം കുടിക്കാൻ
ഈജിപ്തിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്തു ഗുണമുണ്ടാകും? യൂഫ്രട്ടീസിലെ വെള്ളം കുടിക്കാൻ അസീറിയയിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്തു ഗുണമുണ്ടാകും? നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ കാഴ്ചവെപ്പ് ദിനമായി ആചരിക്കുന്ന പൊൻസുദിനമാണ്. ക്രിസ്തുമസ് കഴിഞ്ഞ് 40-ാം ദിവസമാണ്. മൂശയുടെ നിയമം അനുസരിച്ച് തന്റെ ശുദ്ധീകരണം കടിഞ്ഞൂൽ പുത്രന്റെ കാഴ്ചവെപ്പിനുമായി കന്യകാമറിയം ജെറൂസലേം ദേവാലയത്തിലെത്തുന്നു. ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 40-ാം ദിവസം ശുദ്ധീകരണത്തിനായി അവൾ 1 വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിക്കും. ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു ചങ്ങാലിയെയോ പരിഹാര ബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചങ്ങാലികളെയോ കാഴ്ചവെക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം. കടിഞ്ഞൂൽ പുത്രനെ കർത്താവിന് പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം. നിയമം അനുസരിച്ച് മറിയവും യൗസേപ്പും ദരിദ്രരുടെ കാഴ്ചയാണ് നൽകിയത്. 5 ഷെക്കൽ കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു. യഹോവ ആവശ്യപ്പെടുന്നത് വരെ മറിയം മകനെ വളർത്താനുള്ള നിർദ്ദേശത്തോടെ കുട്ടിയെ പുരോഹിതൻ അമ്മയെ ഏൽപ്പിച്ചു. ശുദ്ധീകരണം നടത്തിയത് വൃദ്ധനായ ശെമയോനാണ്. രക്ഷകനെ കണ്ടിട്ടേ ഞാൻ മരിക്കൂ എന്ന് അദ്ദേഹം ഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ആനന്ദം അതിൻ്റെ ഉച്ചിയിലെത്തി. ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെ പറഞ്ഞു: കർത്താവേ, അങ്ങേ തിരുവചനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. അങ്ങ് ഒരുക്കിയ രക്ഷ ഞാൻ കണ്ടു. അത് വിജാതീയർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും അങ്ങേ ജനവുമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പ്രത്യേകമായി കർത്താവിൻ്റെ കാഴ്ചവെപ്പ് ദിനത്തിൽ നമുക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന് കാഴ്ചവെക്കാം. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.